കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ സംസ്കാരം സഹോദരിയുടെ വീട്ടുവളപ്പിൽ നടന്നു. ചേതനേറ്റ ശരീരത്തിന് മുന്നിൽ തല കുമ്പിട്ട് കേരളം. തിരുവനന്തപുരം ചാലക്കടവിലെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഉണ്ടായത്. നിതിൻ കൊടിയ ജാതി വിവേചനത്തിനാണ് ഇരയായത് എന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അടക്കം ഇന്ന് പുറത്തുവരികയും ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ സന്തോഷത്തോടെ വിളിച്ചിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം നിതിൻ ജീവനൊടുക്കുമോ എന്ന ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സനിസ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, എന്തായാലും നിതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുന്നു, നടന്നു. നമ്മൾ കണ്ടു, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ്. നിതിന് വിട നൽകിയിരിക്കുകയാണ് നാടും നാട്ടുകാരും കുടുംബവും എല്ലാം. അവിടെ നിന്നുമുള്ള ഇപ്പോഴത്തെ വിവരങ്ങൾ എന്തെല്ലാമാണ്? സ്വാതി, നിതിന് വിട നൽകിയിരിക്കുകയാണ്. നാടും നാട്ടുകാരും കുടുംബവും ഒക്കെ നിതിന് വിട നൽകി. അവസാന നിമിഷം അച്ഛൻ നിതിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ എത്തിയിരുന്നു. പിന്നീട് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ വീടുകളിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. ഇപ്പോൾ ഇനിയാണ് DGPക്ക് കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകാനും ഒക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും നിതിൻ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഈ സംഭവം നടക്കുന്ന ദിവസം 11 മണിവരെ ചേച്ചിയുമായി നിതിൻ സംസാരിച്ചിരുന്നു. നിതിൻ സന്തോഷവാനായിരുന്നു. കൂടാതെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ചേച്ചിമാരോട് പറയുന്ന ആളും കൂടിയാണ് നിതിൻ. അച്ഛനും അമ്മയും ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ നിതിൻ അവരോടൊന്നും പറയുന്നായിരുന്നു. പക്ഷെ ചേച്ചിമാരോട് ഓരോ പ്രശ്നങ്ങളും എടുത്തു പറയുന്ന ആളാണ്. 11 മണിവരെ ഇളയ ചേച്ചി നികിതയുമായി നിതിൻ സംസാരിച്ചിരുന്നു. എല്ലാ വിജയവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലാണ് എന്ന്, ഒന്നും സങ്കടം എന്തെങ്കിലും ഉണ്ട് എന്ന് അദ്ദേഹം ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നില്ല. വളരെ സന്തോഷവാനായിട്ട് തന്നെയായിരുന്നു സംസാരിച്ചത്. നാട്ടിലേക്ക് സഹോദരിയുടെ കുഞ്ഞിന്റെ പിറന്നാളും അതുപോലെ തന്നെ വിഷുവും പ്രമാണിച്ച് അന്ന് ഈ മരണം സംഭവിച്ച് പിറ്റേ ദിവസം 3 മണിക്ക് നാട്ടിലെത്തേണ്ട ആളായിരുന്നു നിതിൻ. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. കൂടാതെ ഡെന്റൽ കോളേജിലാണ് നിതിൻ, BDS-നാണ്, 1ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിതിൻ പോയത് അല്ലെങ്കിൽ നിതിൻ താഴേക്ക് വീണ കെട്ടിടം അത് മെഡിക്കൽ കോളേജിലെ കെട്ടിടമാണ്. എങ്ങനെ നിതിൻ അവിടത്തേക്ക് പോകേണ്ട യാതൊരുവിധ സാഹചര്യവുമില്ല. ആര് നിതിനെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു? കൂടാതെ തന്നെ മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാർ ഈ നിതിന്റെ സഹോദരിമാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നിതിൻ ട്രെയിന് കയറിയോ, നിതിന്റെ ട്രെയിനിന്റെ സമയം എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തിരക്കി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം സഹോദരിയുടെ പക്കൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ തിരക്കൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അത് പുറത്തുവിടുമായിരിക്കും. അങ്ങനെ ഇവർക്ക് എന്തോ അസ്വാഭാവികത ഈ മരണത്തിലുണ്ട്. നിതിൻ എങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തി, അവിടെ നിന്ന് താഴേക്ക് വീണോ, ഇതിലൊക്കെ അവർക്ക് സംശയമുണ്ട്. ഇപ്പോഴും അതൊരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ നിതിൻ ജീവൻ ഉടക്കിയതാണ് എന്ന് വിശ്വസിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല. അവർ ഈ ഒരു അസ്വാഭാവികത മുൻനിർത്തി ആരോപണം ഉന്നയിക്കുകയാണ്. പ്രധാനമായും ഡോക്ടർ റാമിലേക്ക് തന്നെയാണ് ഈ ആരോപണങ്ങളൊക്കെ എത്തുന്നത്. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയും ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് തന്നെയാണ് ഈ ഒരു കേസ് എത്തുന്നത്. വലിയ തരത്തിലുള്ള ജാതി അധിക്ഷേപവും വിവേചനവുമാണ് നിതിൻ ക്ലാസ് മുറിക്കുള്ളിൽ അനുഭവിച്ചത്. ക്ലാസ്സിൽ നിന്ന് പുഴുത്ത പട്ടിയെന്നും തെരുവുനായെന്നും കറുത്തവനെന്നും അത്തരത്തിൽ കുട്ടികൾക്കിടയിൽ വെച്ച് അധിക്ഷേപിക്കുകയും ഇതിന്റെ ഉത്തര പേപ്പർ മറ്റു കുട്ടികൾക്ക് കൈമാറി അതിൽ ചിരിക്കാത്തവരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നടക്കുന്നത് ഒരു ക്ലാസ് മുറിയിലാണ്. BDS-ന് പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് മുറിയിലാണ്. കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകേണ്ട അധ്യാപകനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഒറ്റപ്പെട്ട ശരി സനിസ, എന്തായാലും ഇത് എന്താണ് സംഭവിച്ചത്, കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിൽ എന്തെല്ലാം വസ്തുതയുണ്ട് എന്നതടക്കം ഉള്ള കാര്യങ്ങളിൽ അന്വേഷണം ഇനി വേണം. അതിനുള്ള തുടർ നടപടികളിലേക്ക് ഇനി കുടുംബം കടക്കും. നിതിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്.